താനൂർ തിരൂർ നിയോജകമണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ പനമ്പാലം പാലം 2 ആഴ്ചക്കകം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. താനൂർ തിരൂർ നിയോജകമണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം തിരൂർ നഗരസഭയുടെയും ചെറിയമുണ്ടം പഞ്ചായത്തിന്റെയും അതിർത്തിയിലുള്ള തിരൂർ പൊന്നാനി പുഴക്ക് മുകളിലാണ് ഉയർന്നിട്ടുള്ളത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കരയണയുന്ന സ്വപ്ന പദ്ധതിയുടെ അവസാനഘട്ട പ്രവൃത്തികൾ മന്ത്രി വിലയിരുത്തി. അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ അവസാനഘട്ട പ്രവൃത്തികളാണ് അന്തിമഘട്ടത്തിലെത്തിയിട്ടുള്ളത്. ടാറിംഗ് പ്രവൃത്തികൾ നടന്നുവരികയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ പാലം ഉദ്ഘാടനത്തിനൊരുങ്ങും. വയലുകൾക്കിടയിലൂടെ ഉണ്ടായിരുന്ന റോഡ് ഉയർത്തിയതിനാൽ വെള്ളപ്പൊക്ക കാലത്തെ അപകടയാത്രകൾ ഇനി പഴങ്കഥയാകും. തിരൂറുള്ളവർക്ക് കൽപ്പകഞ്ചേരി വളാഞ്ചേരി മേഖലകളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് തിരക്ക് കുറഞ്ഞ വഴി യാത്ര ചെയ്യാവുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാവുന്നതെന്ന് പ്രവർത്തികൾ വിലയിരുത്തിയ ശേഷം മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പനമ്പാലവുമായി ബന്ധപ്പെട്ട വികസനം ഏറ്റവും അത്യാവശ്യമായി. അതോടൊപ്പം തന്നെ ഇരിങ്ങാവൂർ ഭാഗത്തുള്ള വാണിയന്നൂർ ഭാഗത്തുള്ള ആളുകൾക്ക് യാത്രാ സൗകര്യം മഴക്കാലമായ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം കൂടിയുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള പഴയ പനമ്പാലം പൊളിച്ച് പുതിയ പാലം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2 ആഴ്ചക്കകം പൊതു ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ചില പരാതികളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതികൾ പരിഹരിക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ വർക്ക് പൂർത്തീകരിക്കാൻ താമസമെടുത്തത്. ഇന്നിപ്പോൾ എല്ലാ തടസ്സങ്ങളും നീക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും നല്ല കോൺട്രാക്ടറാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 2 ദിവസത്തിനകം അതിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ വാഹനം ഓടിക്കാൻ കഴിയുന്നതായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെറിയമുണ്ടം പഞ്ചായത്തിന് 26 മീറ്റർ നീളമുള്ള 4 സ്നാപ്പുകൾ ഉൾപ്പെടെ 104 മീറ്റർ നീളമുള്ളതാണ് പുതിയ പാലം. പയ്യനങ്ങാടി ഭാഗത്ത് 172 മീറ്ററും പുത്തനത്താണി ഭാഗത്ത് 64 മീറ്ററും അപ്രോച്ച് റോഡ് നിർമ്മിച്ചാണ് പാലത്തിലേക്ക് വഴിയൊരുക്കിയത്. ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്. പാലത്തിലും അപ്രോച്ച് റോഡിലും വിളക്കുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും വൈകാതെ പൂർത്തിയാകും. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ ടാറിംഗ് പ്രവൃത്തികളും പെയിന്റിംഗും ഒഴികെയുള്ള പാലത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരുന്നു. സ്ഥലമെടുപ്പ്, ഭൂമി തരംമാറ്റം തുടങ്ങിയവയിലുടക്കി പാതി വഴിയിൽ കിടന്നിരുന്ന പദ്ധതികളുടെ കുരുക്കഴിച്ചത് മന്ത്രി അബ്ദുറഹ്മാനായിരുന്നു. അതിനാൽ പദ്ധതി പൂർത്തിയാകുന്നതോടെ താനൂരിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി ചേർക്കപ്പെടും. ചെറിയമുണ്ടം പഞ്ചായത്തിനെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന കൂട്ടിളത്തറ പാലം ചെറിയമുണ്ടം പഞ്ചായത്തിനെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന കൂട്ടിളത്തറ പാലം അടുത്ത ദിവസം ടെൻഡർ ചെയ്യുമെന്നും ചെറിയമുണ്ടം പഞ്ചായത്തിൽ വൻ വികസന പദ്ധതികളാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചെറിയമുണ്ടത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പണം ഈ പഞ്ചായത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നഴ്സിംഗ് കോളേജ് അടക്കമുള്ളത് നമ്മുടെ ഈ പഞ്ചായത്തിലാണ്. അതൊക്കെ തന്നെ ഗുണകരമാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളുടെ ആവശ്യാർത്ഥം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ബഡ്ജറ്റോടുകൂടി അതുകൂടി നടപ്പിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പനമ്പാലത്തെത്തിയ മന്ത്രിയെ ഗ്രാമപഞ്ചായത്ത് അംഗം മുനീറുന്നീസ, CPM ലോക്കൽ സെക്രട്ടറി ചാക്കാലക്കൽ സലാം, ശശിധരൻ, രാധാകൃഷ്ണൻ, റഹീം, മുസ്തഫ, കോയക്കുട്ടി ഹാജി, പുഴക്കൽ കുഞ്ഞൻ തുടങ്ങിയവർ സ്വീകരിച്ചു. ഈ ചാനൽ ന്യൂസ്, താനൂർ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494208410, 7034071111.